സാബുമോന് ആനയുടെ പസിലും അഖിൽമാരാർക്ക് പട്ടിയുടെ പസിലും. അന്ന് ചേട്ടനാണ് നമ്മൾ പട്ടിയുടെ പസിൽ വെച്ചേക്കുന്നത്. സാബുമോനെ നിങ്ങൾക്ക് ആനയാക്കി കാണിച്ചിട്ട് അഖിൽമാരെ പട്ടിയാക്കി കാണിക്കണമെന്നുള്ള ഏതെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ പ്ലാന് അവനോട് പറഞ്ഞു തരും. ഞാൻ വെറുതെ ഒന്നുമല്ല ബിഗ് ബോസ് ജയിച്ചതെന്നും എനിക്ക് നീയൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം കടന്ന് ചിന്തിക്കാൻ ശേഷി എനിക്കുണ്ടെന്നും ഈ എഴുതി ഉണ്ടാക്കിയവനോട് നീ ഒന്ന് പറഞ്ഞേക്കും. ഒരു ബോധവും വിവരവും ഇല്ലാത്ത കുറേ എണ്ണം എനിക്കെതിരെ ഈ പോലീസിലിരിക്കുന്നവന്മാർക്ക് ഞാൻ പറയും ബോധവും വിവരവും വെളിവും വെള്ളിയാഴ്ച ഇല്ലെന്ന് ഞാൻ പറയും. കാരണം എൻ്റെ മകളാണോ പരാതി കൊടുത്തത്, എൻ്റെ ഭാര്യയാണോ പരാതി കൊടുത്തത്, എൻ്റെ അമ്മായിയമ്മയാണോ പരാതി കൊടുത്തത്, എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ആണോ പരാതി കൊടുത്തത്, എൻ്റെ അയൽപ്പക്കാരാണോ പരാതി കൊടുത്തത്? അല്ല. അത് ശോഭ ഒന്നുകിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അല്ലെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചില ഇത്തരം പബ്ലിസിറ്റികൾ, ചീപ്പ് പബ്ലിസിറ്റികൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെക്കാട്ടി 5 ഇരട്ടി ശമ്പളം മേടിച്ച ആൾക്കാർ അതിനകത്തുണ്ട്. 5 ഇരട്ടി. ശോഭയ്ക്ക് പോലും എന്നെക്കാൾ 3 ഇരട്ടി ശമ്പളം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരുമല്ല എന്നെ ജയിപ്പിച്ചത്. എനിക്ക് അവസരം നൽകിയത് ഏഷ്യാനെറ്റും എന്നെ ജയിപ്പിച്ചത് ജനങ്ങളുമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ വന്ന് എന്ത് സംസാരിക്കണമെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നത് വളരെ മര്യാദഘട്ട സംസാരമായി പോയി. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്തെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എന്നെ നിങ്ങൾ ജയിപ്പിച്ചു എന്ന് പറയരുത്. നിങ്ങൾ തോൽപ്പിക്കാൻ നോക്കിയിട്ടും ജനങ്ങൾ ജയിപ്പിച്ചു എന്ന് കേൾക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ടിക്കറ്റ് ഫിനാലെ ടാസ്ക് എന്തിനാ വന്നതെന്ന് രോഹന് തോന്നിയിട്ടുണ്ടോ? അതൊരു പ്ലാന്താണ് അവരുടെ. ഞാൻ പറയടാ കുറേയൊക്കെ മര്യാദ വേണം. ഈ സദ്യ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എത്തപ്പോണെങ്കിലും ഷൂട്ട് ചെയ്താൽ പോരായിരുന്നു. ആൾക്കാർ ഇവിടെ വന്ന് ഇത്രയും പേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ട് ഇവിടെ അവരെന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ ഇരുന്നേനല്ലോ. ഈ ഭക്ഷണം എന്ന് പറയുന്നത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കേണ്ട കോപ്പ ആവരുത്. ഇത് മനുഷ്യന് വിശക്കുമ്പം കൊടുക്കേണ്ട സാധനമാണ്. ആ ഒരു മാന്യത കാണിക്കണം. അല്ലാതെ എന്തും വിറ്റ് കാശാക്കാൻ നടക്കരുത്. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ബിഗ് ബോസിന് ശേഷം ചാനലിൽ നിന്ന് തുടർച്ചയായി അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് അഖിൽ മാരാർ ഫസ്റ്റ് റൈറ്ററായിട്ട് ചാനലിനെതിരെ തിരിഞ്ഞത്. ഒരിക്കലുമല്ല, ഒരുപാട് കിട്ടി. ഞാൻ പോണ്ടെന്ന് പറയുന്ന ആളാണ്. ഞാൻ പറയാം, ഞാൻ ഫസ്റ്റ് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറയാം. എനിക്ക് സമ്മാനം 50 ലക്ഷം രൂപ സമ്മാനം തരാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ വലിയ പ്രോഗ്രാം വയ്ക്കുന്നു. നമ്മുടെ ജയരാജ് വാര്യരുടെ ഷോയും മറ്റും അവർ പ്ലാൻ ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് പരിപാടി. ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് ജൂലൈ 26-നാണെന്നാണ് ഓർമ്മ. എന്നിട്ട് എനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതി അയച്ചു തന്നു. അഖിൽ 26-ാം തീയതി വരുമ്പോൾ ഇതാണ് പറയേണ്ടത്. ഞാൻ തിരിച്ചൊരു വോയിസ് അയക്കുന്നു. ഞാൻ എന്തു പറയണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല. അവിടെ വന്ന് എന്ത് പറയണമെന്ന് തീരുമാനിക്കാൻ പൂർണ്ണ അവകാശവും എനിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ആരുമല്ല എന്നെ ജയിപ്പിച്ചത്. എനിക്ക് അവസരം നൽകിയത് ഏഷ്യാനെറ്റും എന്നെ ജയിപ്പിച്ചത് ജനങ്ങളുമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ വന്ന് എന്ത് സംസാരിക്കണമെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നത് വളരെ മര്യാദഘട്ട സംസാരമായി പോയി. ഞാൻ ഇതാണ് അയക്കുന്ന വോയിസ്. അപ്പം പിന്നീട് അവർ വിളിച്ചു, സംസാരിച്ചു. അവർക്കൊരു അയച്ച വോയിസിൽ പറ്റിയൊരു കറക്ഷനാണ്. പക്ഷെ സംസാരിച്ച രീതി ഒരു അടിമയെടുത്ത് സംസാരിക്കണക്കായിപ്പോയി. പറയണമെന്നല്ലല്ലോ പറയേണ്ടത്, പറയാമോ അല്ലേ? അഖിലെ നമുക്കൊരു പരിപാടിയുണ്ട്, അഖിലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇത് സംസാരിക്കണേ. അല്ലാതെ ഞാൻ ആരുമല്ല. അവർക്ക് ഇന്ത്യയിലെ അഭിഷേക് ബച്ചനെ വെച്ച് പരസ്യം ചെയ്യാൻ ശേഷിയുള്ളവരാണ് അവരൊക്കെ തന്നെ. പക്ഷേ ആ സംസാരം അവിടെ തൊട്ട് ഞാൻ ആക്ച്വലി എൻ്റെ നിലപാടുകൾ പുറത്ത് പറഞ്ഞ ആളാണ് ഞാൻ. ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. ഞാൻ അവരുടെ ഓഫീസിൽ പോയിട്ട് ചെക്ക് കളക്ട് ചെയ്യാണ് ചെയ്തത്. 2, മാരുതിയുടെ കാറ് എനിക്ക് തരാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൻ്റെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ 1-2 പ്രാവശ്യം വാട്സപ്പിൽ ഇത് എന്നത്തേക്ക് കിട്ടും, കാരണം വൈഫിനൊരു ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാമെന്നുള്ള ചിന്തയിൽ ഞാൻ ചോദിക്കും. കാരണം ഞാൻ ഓൾറെഡി വോൾവോ എടുത്തുകൊണ്ട് എനിക്ക് തന്നൊരു ഹാരിയറും ഉണ്ട്. അങ്ങനെ ഇവർ ഇന്ന് നാളെ എന്നൊക്കെ പറയുന്നില്ല, ഒരു എക്സാക്ട് ഡേറ്റ് പറയുന്നില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, ഇത് എന്നത്തേക്കെന്ന് നിങ്ങൾ 6 മാസം കഴിഞ്ഞ് തന്നാലും പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾക്കിത് എന്നത്തേക്കാണ്? കാരണം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, ചേട്ടാ വണ്ടി കിട്ടിയോ, വല്ല വണ്ടി എങ്ങനെ ഉണ്ട്. അപ്പം നിങ്ങളിത് 6 മാസം കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ അത് എന്നത്തേക്കാണെന്നൊന്ന് പറയണം. വീണ്ടും മറുപടിയില്ല. ഞാനൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നു. ആ വീഡിയോ ഏതാണ്ട് 2 മണിക്കൂർ കൊണ്ട് 7-8 ലക്ഷം വ്യൂ ഫേസ്ബുക്കിലായപ്പോൾ സമയത്ത് എന്നെ വിളിക്കുന്നു. രാത്രിയിൽ മാരുതിയുടെ മാർക്കറ്റിംഗ് ഹെഡും ചാനലിൻ്റെ ഡൽഹിയിൽ നിന്നൊക്കെ എന്നെ വിളിച്ച് സംസാരിച്ചു. ഡിലേ. അപ്പോൾ ആരോ ഇടയ്ക്ക് നിന്ന് ഇതിങ്ങനെ വെറുതെ ഗ്യാപ്പാക്കി കൊണ്ടിരുന്നു. ഒറ്റ വീഡിയോയോട് കൂടി സംഭവം പരിഹരിക്കപ്പെടും. അതിന് ഫസ്റ്റ് പ്രൊമോ ഷൂട്ടിന് എന്നെ വിളിക്കുന്നു. അതായത് ഒരു സീരിയലിൻ്റെ പ്രൊമോ ഷൂട്ടിന് എന്നെ വിളിക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു പൈസയൊന്നും തരാനില്ല. ഞാൻ പറഞ്ഞു ഒരുപാട് കാലം പൈസ ഇല്ലാതെ പല പരിപാടിയും ചെയ്തേ ചേട്ടാ, അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന പൈസ തരാൻ പറ. അഖിലിനെ ഈ എന്തെങ്കിലുമൊക്കെ ആക്കിയത് നമ്മളാ കേട്ടോ. അപ്പം ഞാൻ ചിരിച്ചു. എന്തുമല്ല അതിനെന്തോ ചിരിച്ചേ? ഞാൻ പറഞ്ഞാൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്തെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ.
പിന്നെ എന്നെ നിങ്ങൾ ജയിപ്പിച്ചു എന്ന് പറയരുത്. നിങ്ങൾ തോൽപ്പിക്കാൻ നോക്കിയിട്ടും ജനങ്ങൾ ജയിപ്പിച്ചു എന്ന് കേൾക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടൊരു പ്രോഗ്രാമിനെ വിളിക്കുമ്പം അതിനൊരു മിനിമം മാന്യത. ഞാൻ പുറത്ത് എത്ര രൂപ മേടിച്ചോട്ടെ, ഞാൻ പുറത്ത് മേടിക്കുന്നതിൻ്റെ 10 തന്നാലും മതി, പൈസ തരാനുള്ള മാന്യത കാണിക്കണം എന്ന് പറഞ്ഞ് ഫസ്റ്റ് പ്രൊമോ ഷൂട്ട് അത് പോയി നന്നായി തന്നെ ചെയ്തു കൊടുത്തു. പിന്നെ എന്നെ സ്റ്റാർ സിംഗറിൻ്റെ ഒരു പരിപാടിക്ക് വിളിച്ചു. സ്റ്റാർ സിംഗറിൻ്റെ പരിപാടിക്ക് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അഖിലും ശോഭയും കൂടെ ഉള്ള കുറച്ച് സീക്വൻസുകൾ ഇവിടെ വന്ന് ചെയ്യണം. ഞാൻ പറഞ്ഞു, ബിഗ് ബോസിനകത്ത് ഞാൻ ചെയ്തത് എൻ്റെ ഉള്ളിലുള്ള അഖിൽമാരാർ ശോഭ എന്ന മത്സരാർത്ഥിയുമായി ബന്ധപ്പെട്ടുണ്ടായ സ്വാഭാവികമായി ചെയ്ത കാര്യങ്ങളാണ്. കരുതി കൂട്ടി ഇവിടെ വന്ന് കിടന്ന് കോമാളി കളിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ല, അത് നമുക്ക് കുറച്ച് പ്ലാനുണ്ട്. ഞാൻ പറഞ്ഞു ചെയ്യില്ല, ഞാൻ വന്ന് വിജയ് വരാം. അങ്ങനെ വന്നു. പിന്നെ റാംബാക്ക് മാത്രമാണ് അത് ചെയ്തത്. പിന്നെ സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറയുന്ന പരിപാടിയിൽ 2 പ്രാവശ്യം വിളിച്ചു, 2 പ്രാവശ്യവും പോയില്ല. 2 പ്രാവശ്യം പോകാഞ്ഞതാണ്, വിളിക്കാഞ്ഞിട്ടല്ല, പോയില്ല. ഓണത്തിന് വീണ്ടും ഒരു പ്രോഗ്രാമിന് വിളിച്ചു, ഗസ്റ്റായിട്ട് പോയി. അവിടെ എന്നെയും കുടുംബത്തെയും വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് അതിനകത്ത് മറ്റേ നമ്മളെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു സ്കിറ്റ് കാണിക്കുന്നു, മുണ്ടുപൊക്കിയിട്ട് ഉള്ള പ്രശ്നങ്ങളും വെച്ചുകൊണ്ട്. അങ്ങനെ ഒരു സ്കിറ്റ് അതിനകത്ത് നമ്മളെ ഇരുത്തിക്കൊണ്ട് തന്നെ അവർ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സാബുമോനും ഞാനും രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു പ്രോഗ്രാമിന് വിളിക്കുന്നു. നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇവിടെ ഷാപ്പിൽ ഇത് കൊച്ചി മെട്രോ ഷൂട്ട്. അപ്പം കുറേ ടാസ്കുകളും പ്ലാനും ഒക്കെ കൊണ്ടുതരുന്നു. അപ്പോൾ ആ ടാസ്കിൽ പോലും നമ്മളെ ആസാക്കാനുള്ളൊരു ടാസ്കും കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് സ്ക്രിപ്റ്റ് നിങ്ങൾ ഫുള്ള് പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ടാസ്ക് അവിടെ വെച്ച് വെട്ടുന്നു. അപ്പം പറഞ്ഞ ചേട്ടാ അങ്ങനെ ഉദ്ദേശിച്ചല്ല, പിന്നെ ഇതിനകത്ത് വേറെ കുറേ കാര്യമുണ്ട്, അത് മറ്റു ചിലരെയും കൂടെ എനിക്ക് പറയേണ്ടത്, അത് പറയുന്നില്ല. അത് കഴിഞ്ഞ് വൈകിട്ട് 1 മണിക്ക് എനിക്കന്ന് പനിയുമുണ്ട്. 4:30 ഫുഡ് വന്നില്ല. 4:30 ഞാൻ അന്ന് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇവിടുത്തെ ഷോപ്പിൽ, അവിടെ ഷാപ്പ് ഒരു ഇതുണ്ടല്ലോ, കള്ള് ഷാപ്പ്, അവിടെ ഇരിക്കുക. 4:30 ഭക്ഷണം വന്നില്ല. അപ്പം ഞാൻ പറയുന്നു, ഇത് എത്ര സമയമായി ഭക്ഷണം വന്നിട്ടില്ലല്ലോ, ഇത് ഏതവനാ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്, കുറേയൊക്കെ മര്യാദ വേണ്ടേ, ഇത്ര നേരമായിട്ട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തൂടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, അളിയാ നീ ചുമ്മാതെ ഇവിടുന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്തേ എന്ന് പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്യുന്നു. റിയാസും റോൺസനും കൂടെ വന്നു, ബ്രോ ഞങ്ങൾ കൂടെ ഓർഡർ ചെയ്യും ബ്രോ, ഞങ്ങൾക്ക് വിശക്കുന്നെന്ന് പറയുന്നു. അങ്ങനെ റിയാസും റോൺസനും ഞാനും ഞങ്ങളുടെ സ്വന്തം കാശിൽ അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴത്തേക്ക് അവിടുത്തെ 1-2 പേര് വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തു. ഞാൻ പറഞ്ഞത് മര്യാദകളാണ്, ഞാൻ ഒന്നത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഈ ഒന്നുകിൽ പറഞ്ഞിട്ട് വീഡിയോ എടുക്കണം. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന മാറ്റർ എന്താണെന്ന് എനിക്ക് തന്നെ അറിയാം, ഞാൻ ദേഷിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ ആ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പയ്യനായിട്ട് സംസാരിക്കുന്നതിനെ ബോബി ചെമ്മണ്ണിൻ്റെ അവിടുത്തെ മരുമൻ പുള്ളി വന്ന് അത് സോറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ പോയി ഒരു ചാക്ക് അവിടെ കിടപ്പുണ്ട്, ഞാൻ ആ ചാക്കി പോയിരിക്കുന്നു. അപ്പോഴത്തേക്ക് സദ്യ വന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് സദ്യ ഷൂട്ട് ചെയ്യണം. സദ്യ ഷൂട്ട് ചെയ്യണമെങ്കിൽ സദ്യയുടെ എന്തൊക്കെ സാധനങ്ങൾ വരാൻ വൈകിയത് കൊണ്ടാണ് ഈ 4 മണിയായിട്ട് അപ്പോൾ എന്നെ വൃത്തം വന്നു, ചേട്ടാ നമുക്ക് ആ സദ്യയുടെ പരിപാടി ഷൂട്ട് ചെയ്യണ്ടേ. ഞാൻ പറയടാ കുറേയൊക്കെ മര്യാദ വേണം, ഈ സദ്യ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എത്തപ്പോണെങ്കിലും ഷൂട്ട് ചെയ്താൽ പോരായിരുന്നു. ആൾക്കാർ ഇവിടെ വന്ന് ഇത്രയും പേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ട് ഇവിടെ വന്ന് അവരെന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ ഇരുന്നേനല്ലോ. ഈ ഭക്ഷണം എന്ന് പറയുന്നത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കേണ്ട കോപ്പ ആവരുത്. ഇത് മനുഷ്യന് വിശക്കുമ്പം കൊടുക്കേണ്ട സാധനമാണ്. ആ ഒരു മാന്യത കാണിക്കണം, അല്ലാതെ എന്തും വിറ്റ് കാശാക്കാൻ നടക്കരുത്. ഇതല്ല എൻ്റെ മര്യാദ എന്ന് പറഞ്ഞിട്ട് ഞാൻ കോമാളിത്തരം കാണിക്കാൻ വേണ്ടിയിട്ടും പൊട്ടത്തരം കാണിക്കാൻ വേണ്ടി ഞാൻ ആ ക്യാമറയ്ക്ക് മുമ്പ് വന്നിരിക്കാം. പക്ഷേ വിശന്ന് ഇവിടെ ഇരുന്ന് എത്രയോ മനുഷ്യരുണ്ട്, അവർക്ക് ആർക്ക് മിണ്ടാൻ പറ്റാഞ്ഞിട്ടാണോ? അവർ നിങ്ങൾ എല്ലാവരും ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾ എന്താ വരും കോമാളികളാണോ? അല്ല എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര ചൂടാവുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ശരി വന്നിരിക്കാം എന്ന് പറയാം. അപ്പോൾ സുരാജ് ചേട്ടനൊക്കെ പറഞ്ഞാൽ നീ വിട്ടുകളെ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം ഇത് ഞാൻ സംസാരിക്കാനുള്ളത് ഏതവൻ്റെ മുഖത്തോട്ട് എവിടെ ഞാൻ സംസാരിക്കും. ആ ടാസ്ക് കഴിഞ്ഞിട്ട് അടുത്തൊരു ടാസ്ക് പ്ലാൻ ചെയ്തുകൊണ്ട് വരുന്നു. അതായത് 2 ക്യാപ്റ്റന്മാരാവണം, ഞാനും സാബുമോനും 2 ക്യാപ്റ്റന്മാരായിട്ട് 2 ടാസ്ക്. അപ്പം പറഞ്ഞു ഒരു പസിലുകൾ വെച്ചിട്ടുണ്ട്, ഈ പസിലുകളുടെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ 2 പേരും 2 ക്യാപ്റ്റനാവാൻ. സാബുമോന് ആനയുടെ പസിലും അഖിൽമാരാർക്ക് പട്ടിയുടെ പസിലും, അല്ല ഒരു പട്ടിയുടെ പസിലും ആനയുടെ പസിലും. അപ്പം ഞാൻ പറഞ്ഞു എനിക്കായിരിക്കും ഈ പട്ടിയുടെ പസിൽ. ഞാൻ അങ്ങോട്ട് അന്ന് ചേട്ടനാണ് നമ്മൾ പട്ടിയുടെ പസിൽ വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു ഇടാ ഏത് കോണാത്തിൽ അവനാടാ ഈ ടാസ്ക് പ്ലാൻ ചെയ്തത്? 2 വിന്നേഴ്സിനെ നിങ്ങൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഒരാളെ ആനയെ, അപ്പം നിങ്ങളുടെ ഉദ്ദേശം ഇനി സാബുമോനെ നിങ്ങൾക്ക് ആനയാക്കി കാണിച്ചിട്ട് അഖിൽമാരെ പട്ടിയാക്കി കാണിക്കണമെന്നുള്ള ഏതെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ പ്ലാന് അവനോട് പറഞ്ഞു തരും. ഞാൻ വെറുതെ ഒന്നുമല്ല ബിഗ് ബോസ് ജയിച്ചതെന്നും എനിക്ക് നീയൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം കടന്ന് ചിന്തിക്കാൻ ശേഷി എനിക്കുണ്ടെന്നും ഈ എഴുതി ഉണ്ടാക്കിയവനോട് നീ ഒന്ന് പറഞ്ഞേക്ക്. പിന്നെ ഒരു സാമാന്യ മര്യാദ വേണ്ട. എടാ 2 പേരെ കാണിക്കുമ്പം ഒന്നിൽ ഈക്വലായിട്ട് കാണിക്കാം. ഇനി പോട്ടെ, എന്നെ കാട്ടി മികച്ച ആളാണ് സാബുമോനെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, സന്തോഷമേ ഉള്ളൂ. അദ്ദേഹത്തെ നിങ്ങൾ സിംഹമാക്കി കാണിച്ചിട്ട് ഇപ്പുറത്ത് നമുക്ക് കടുവ തന്നോ? പക്ഷെ അപ്പുറത്ത് ആനയും ഇപ്പുറത്ത് പട്ടിയും, ഇത് എന്ത് കോണത്തിലെ ബസ്സിലാടാ ഇത്? ഈ ചെറുക്കനൊന്നും മിണ്ടുന്നില്ല. ഞാൻ പറയും സോഷ്യൽ മീഡിയയിൽ ഇത് എങ്ങനെ വരുമെന്ന് ഇവർക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ യൂട്യൂബിൽ ഇതിന്റെ ഇപ്പൊ ഒരു റിവ്യൂ വരുന്നു. ഞാൻ സാബു ചേട്ടനും രജത് കുമാർ ഞങ്ങളെല്ലാം കൂടെ ടാസ്കിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പസിലിനകത്ത് അപ്പം ഞാൻ ഇത് പറയാൻ കാര്യം ഓൾറെഡി നമ്മുടെ ഈ ഓണപരിപാടിക്ക് വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് ഇത് മറ്റേത് ആ കണ്ടന്റാണ് കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കാണിച്ചു. ഇത് ഞാൻ മുൻകൂട്ടി ബ്ലോക്ക് ചെയ്ത് ഞാൻ ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞു.
ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അല്ല അത് രഞ്ജിനി ചേച്ചി നമ്മുടെ മറ്റേ പട്ടിയുടെ വിഷയങ്ങളിലൊക്കെ കുറച്ച് ഇതാക്കുന്നുണ്ടോ, നമ്മൾ പട്ടിയുടെ ടാസ്ക് എടുത്തത്, നമ്മൾ രഞ്ജിനിയെ ക്യാപ്റ്റനാക്കുക. എനിക്കൊരു പ്രശ്നമില്ല മോനെ, എനിക്ക് ക്യാപ്റ്റൻ ആവണമെന്ന് ഒരു നിർബന്ധം എനിക്കില്ല. നിങ്ങൾ രഞ്ജിനിയും സാബുവിനെയും കൂടെ വെച്ചുകൊണ്ട് ടാസ്ക് ചെയ്തു, ഞാൻ അതിനകത്ത് ഭാഗമായിട്ട് നിൽക്കാം, നമ്മൾ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് ഞാൻ അതിനകത്ത് ഇരുന്ന് തരാം. അല്ല അത് രഞ്ജിനി ചേച്ചി വിന്നറല്ലല്ലോ. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വല്ല പട്ടിയുടെ പ്രശ്നം ഉന്നയിച്ച് കിടക്കുന്ന ആളാണോ ഞാൻ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ആന എന്തു? അല്ല അത് അരിക്കൊമ്പൻ്റെ പ്രശ്നം വെച്ചിട്ട് ആന വെച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ആനയ്ക്ക് ഈക്വലാവുന്ന വേറൊരു ജീവിയല്ലടാ അപ്പുറത്ത്, ഒരു സാമാന്യ ബോധമുള്ളവർ അങ്ങനെ. ആ ഇതും പറഞ്ഞ് അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു എന്നെ ഒരൊറ്റ പരിപാടിക്കും വിളിക്കരുത്, എനിക്ക് നിങ്ങളുടെ കോമാളി കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. സിനിമയിൽ അഭിനയിക്കാൻ പോലും ഞാൻ പലപ്പോഴും വിളിച്ചാൽ പോകാത്തത് എനിക്ക് ഈ ആക്ഷൻ പറയുമ്പോൾ എനിക്കും കൂടെ തോന്നണം ഞാൻ ചെയ്യുന്നൊരു കാര്യം ജനങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുമ്പോഴേ, അല്ലാതെ അതാ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് എന്തും കാണിച്ച് ജനശ്രദ്ധ നേടണമെന്നോ പരിപാടി വേണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല ഇപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പൊ എന്ത് കാണിച്ചും അല്ലെങ്കിൽ ഈ പ്രസ്താവനകൾ പറയുമ്പോഴും ഇപ്പോൾ ഇങ്ങനത്തെ തരത്തില് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഈ വിഷയം നടക്കുന്നു എന്നുള്ളത്, ഈ വിഷയം നടക്കുന്നതാണോ പ്രശ്നം, അതോ അത് ബിഗ് ബോസിൽ നടക്കുന്നതാണോ പ്രശ്നം? എന്തോ രോഹൻ ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നത്. അല്ല ഒന്ന് പുറകോട്ട് പോക്കോ. അല്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിക്കാൻ കാരണം ഇപ്പൊ നേരത്തെ ഇപ്പോ സ്റ്റാർ സിംഗർ പോലുള്ള മറ്റു ഷോകൾക്കൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഉണ്ട്. അപ്പൊ അതില് തന്നെ ഒരു ലൈവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ മറ്റെന്ത് ഷോകളിൽ വേണമെങ്കിലും കാണിച്ചോ, സ്റ്റാർ സിംഗറിലോ അല്ല മറ്റെന്ത് പ്രോഗ്രാമിലോ, ബിഗ് ബോസ് പോലെയുള്ള ഷോകളിൽ കാണിക്കരുത്. അപ്പൊ ചോദിക്കുന്നത് ഈ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ, അതോ ഈ വിഷയം ഇതിലേക്ക് മാത്രം വരുമ്പോ എങ്ങനെയാണ് ഒരു പ്രശ്നമാവുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയാം ഇപ്പൊ സ്റ്റാർ സിംഗറിൽ വിലയിരുത്തുന്നത് പ്രേക്ഷകരല്ല അല്ലേ. അപ്പൊ നമുക്ക് തോന്നും ഇന്നയാൾ നന്നായി പാടുന്നുണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷെ നമുക്ക് സംഗീതത്തെക്കുറിച്ച് അറിയത്തില്ല, സ്വരസ്ഥാനത്തെക്കുറിച്ച് നമുക്കറിയത്തില്ല, പിച്ചിനെ കുറിച്ച് നമുക്കറിയത്തില്ല, രാഗങ്ങളെക്കുറിച്ച് നമുക്കറിയത്തില്ല. അതിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വിശ്വാസമുള്ള 3 ജഡ്ജസിനെ അവരെടുത്തിട്ടുണ്ട്. അവരെടുക്കുന്ന ഒരു തീരുമാനത്തോട് നമുക്ക് യോജിക്കുകയേ നിർവാഹമുള്ളൂ. ചിലപ്പോൾ അവർ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരാളെ വിജയിപ്പിക്കുന്നത് എന്നൊരു മത്സരാർത്ഥിക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ സംഗീതം അറിയുന്ന ഒരാൾക്ക് തോന്നിയേക്കാം. എനിക്കൊരിക്കലും അത് റൈസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഡാൻസ് പ്രോഗ്രാം, ആ ഡാൻസിനെ വിലയിരുത്തി വോട്ട് ചെയ്ത് മാർക്കിടാൻ വേണ്ടി ശേഷിയുള്ള ജഡ്ജസ് ഇരുന്നിട്ട് മാർക്കിടുന്ന ഒരു ഷോയുടെ കണക്കല്ല ബിഗ് ബോസ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് 24 മണിക്കൂറും ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു പിടിച്ച കണ്ണാടി പോലെ, അല്ലെങ്കിൽ ഒരു മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്ന കണക്ക് ഓരോ മനുഷ്യന്റെയും കണ്ണാടി പോലെ പ്രതിഫലിക്കത്തക്ക മനുഷ്യരകത്ത് നിന്ന് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരിൽ ആരുടെ നന്മയാണ് സ്വീകരിക്കപ്പെടേണ്ടത്, ആരുടെ കഴിവിനെയാണ് സ്വീകരിക്കപ്പെടേണ്ടത്, ആരെയാണ് നാളെയും നമ്മൾ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ജനങ്ങൾക്കൊരു ധാരണയുണ്ട്. അപ്പം പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരം, പ്രേക്ഷകരുടെ ധാരണ പ്രകാരം പ്രേക്ഷകരെ എന്ന് എല്ലാ തവണയും മുൻനിർത്തി കേരളത്തിൽ ഏറ്റവും സ്വീകാര്യതയുള്ള മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോഹൻലാലിനെ കൊണ്ട് ഹോസ്റ്റാക്കി അദ്ദേഹത്തിലൂടെ പ്രേക്ഷകരെ വിഡ്ഢിയാക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ മറ്റു ഷോകളിലാണെങ്കിലും അതും മറ്റു ഷോകളിൽ അത് നീതികേട് വിലയിരുത്താൻ എനിക്ക് പറ്റില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് രോഹൻ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുമ്പോൾ അതിൽ ആരെ എടുക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റൂ. എനിക്ക് തോന്നും ഇപ്പം ഒരു 3 പേര് ഓഡിഷന് വന്നു, 3 പേരിൽ 3 പേരും വിചാരിക്കുന്നത്, അല്ലെ 300 പേര് ഓഡിഷന് വന്നു, അതിൽ ഒരാളെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതിൽ 299 പേരും വിചാരിക്കുന്നത് അവർ അർഹരാണെന്നാണ്. സെലക്ട് ചെയ്ത ആൾക്ക് ചിലപ്പോൾ ഇവരുടെ അത്രയും സൗന്ദര്യം ഉണ്ടാവണമെന്ന് അവർക്ക് തോന്നുന്നില്ല, ഇവരുടെ അത്രയും കഴിവുണ്ടാവണമെന്ന് തോന്നുന്നില്ല, ഇവരെ പോലെ സംസാരിക്കുന്നതൊന്നും ഇവരത്രയും ആക്ട് ചെയ്യുന്നു തോന്നുന്നില്ല. പക്ഷെ അതെങ്ങനെ എനിക്ക് വിലയിരുത്തിയിട്ട് രോഹനോട് പറയാൻ പറ്റും, രോഹ നിങ്ങൾ നീതികേട് കാണിച്ചു എന്ന്? അവിടെ കഴിവ് തീരുമാനിക്കേണ്ടത് ആ സംവിധായകനാണ്. അതേപോലെ അത്തരം ഷോകളിൽ, അതായത് സ്റ്റാർ സിംഗറോ ഡാൻസ് പാർട്ടികളോ ജനങ്ങളെ മുൻനിർത്തി നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമ്മൾ എന്തിനാണ് ഒരു ജനപ്രതിനിധി വിമർശിക്കുന്നത്? മുഖ്യമന്ത്രി എന്തുകൊണ്ട് നമുക്ക് വിമർശിക്കാൻ പറ്റും? മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് ചീഫ് സെക്രട്ടറി വിമർശിക്കാൻ പറ്റുന്നില്ല? ചീഫ് സെക്രട്ടറി പഠിച്ച് സിവിൽ സർവീസ് എഴുതി പാസ്സായിട്ട് അയാളുടെ സ്വന്തം കഴിവുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് വന്നത്. അവിടെ അയാൾ തെറ്റ് ചെയ്താൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥനും അത് കണ്ടുപിടിക്കാൻ വേണ്ടി സംവിധാനമുണ്ട്. അയാൾ തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ അയാളെ പുറത്താക്കാൻ അതിനുള്ളിൽ തന്നെ സംവിധാനമുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു MLA-യും MP-യെയും മന്ത്രിയെയും നമുക്ക് പുറത്താക്കാം. ഇവരെന്ത് തെമ്മാടിത്തരം കാണിച്ചാൽ 5 വർഷത്തെ ആയുസേ ഉള്ളൂ. അല്ല അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി രാജ്യത്തുണ്ട്. രാഷ്ട്രീയക്കാരെ മാത്രമല്ല, പൊതുപ്രവർത്തനാണെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഈ തിരുത്തലുകളും നമുക്ക് ഇതിനെതിരെ പറയാൻ പറ്റും. അതാ ഞാൻ പറയും, ഇപ്പൊ വിജിലൻസ് സംവിധാനമായാലും മറ്റു സംവിധാനങ്ങളായാലും ഒക്കെ ഒരിടത്തുണ്ട്. ജനങ്ങൾക്ക് അവിടെ റോളില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അഴിമതി കാണിച്ചിട്ട് അവൻ 6 മാസം സസ്പെൻഷൻ കിട്ടിയിട്ട് അവൻ വീണ്ടും അവിടെ പോയിരിക്കുക. പുറത്താക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് പ്രശ്നം. അതേസമയം എത്ര ഇന്ത്യൻ പ്രധാനമന്ത്രി പുറത്താക്കാം, 5 വർഷം ഇയാൾ അവിടെ ഇരിക്കത്തുള്ളൂ. ഇയാൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ 5 വർഷം ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ദിരാഗാന്ധി ഇത്രയും കരുത്തുറ്റ ഒരു പ്രധാനമന്ത്രി ഇവിടെ തോറ്റത് കൊണ്ടാണ്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഭംഗി, അതാണ് ജനങ്ങളുടെ പവർ. ആ പവർ യൂസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ജനങ്ങളോട് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോട്ടെ.
വെറും കേട്ടുകളിൽ മാത്രമുള്ള ഒരു കാസ്റ്റിംഗ് കവച്ച വിഷയത്തെ ബിഗ് ബോസിനോട് ചേർത്ത് വെക്കുക വഴി അഖിൽ മരാർക്ക് നാക്ക് പിഴച്ചു പോയതാണോ? എവിടെ? ഒരിക്കലുമല്ല. അങ്ങനെ എനിക്ക് നാക്കങ്ങനെ പിഴയ്ക്കാറൊന്നുമില്ല. എൻ്റെ തലച്ചോറിൽ ഞാനിട്ട് മനനം ചെയ്ത് ശരിയും തെറ്റും മനസ്സിലാക്കി വളരെ കൃത്യമായി ആലോചിച്ച് തന്നെയാണ് ഞാൻ പൊതുസമൂഹത്തോട് ഞാനൊരു കാര്യം ഒരിക്കൽ ആ പറഞ്ഞതിന് രണ്ടാമത് ക്ലാരിറ്റി കൊടുക്കേണ്ടി വരുന്നത് വാക്കുകളിലെ പ്രശ്നം കൊണ്ട് തന്നെയല്ലേ? ഒരിക്കലും അല്ല. ഇപ്പം നമ്മൾ ചിലർക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ ചിലപ്പം ചില കൊച്ചു കൊച്ചു വരികളിലൂടെ ഞാൻ എഴുതും. ചില കവിതകൾ അല്ലെങ്കിൽ ചില എഴുത്തുകൾക്ക് ഒരുപാട് അർത്ഥമുണ്ടായിരിക്കും, ഇല്ലേ? ആ അർത്ഥം മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായ നിരവധി ആൾക്കാർ കേരളത്തിലുണ്ട്, മനസ്സിലാകാതെ പോയ നിരവധി ആൾക്കാരുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടവരുണ്ട്. മനസ്സിലായിട്ടും ഇനി അവൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ എതിർക്കത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞു നടക്കുന്നവരും ഉണ്ട്. അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളവർക്കും ഞാൻ പറഞ്ഞതിനെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാകാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും സംസാരിച്ചത്. അല്ലാതെ ഇനി അഖിൽമാരാർ എന്തെന്ന് ഇവിടെ പറഞ്ഞാലും ഞങ്ങൾ അത് വിശ്വസിക്കത്തില്ല എന്ന് തീരുമാനിച്ചവരോട് എനിക്കൊന്നും പറയാനില്ല. അടുത്തൊരു സ്റ്റേറ്റ്മെന്റിലോട്ട് വേണം. ബിഗ് ബോസ് സീസൺ 6 ശരിക്കും വെൽ പ്ലാൻഡ് ആൻഡ് സ്ക്രിപ്റ്റഡ് ആണ്. അങ്ങനെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ ഒരു സീസൺ ഈ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒരു സീസണിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലാസ്റ്റ് ഫാമിലി വീക്ക് ഉൾപ്പെടെ ഞാൻ ഇന്നലെ നമ്മുടെ ഈ ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടിയുടെ ഫാദർ വരുന്ന ദിവസം ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു വരുന്നത്, അല്ലേ? അപ്പം ലൈവ് എങ്ങനെ പ്രേക്ഷകർ കാണും? ശനിയാഴ്ചത്തെ ലൈവ് പ്രേക്ഷകൻ എവിടെ കാണാനാണ് ഓപ്ഷനുകളുണ്ടോ? ഞായറാഴ്ച ലൈവ് കാണിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ആ ഫുള്ള് ലൈവ് ഉണ്ടോ? ഞാൻ കാണാത്തോണ്ട് ചോദിച്ചു. എൻ്റെ സംശയമാണ്. ഞാനിങ്ങനെ വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ ധാരണ, ഞാനെന്താ ചിന്തിച്ചെന്നറിയോ, ഒരു പക്ഷേ ജാസ്മിൻ്റെ ഫാമിലിയെ ഇവർ വിടില്ലായിരിക്കാം. അതിലൂടെ അവർക്ക് ഒരു ഹൈപ്പ് ജാസ്മിന് കൊടുക്കാം. കാരണം ബാക്കി എല്ലാവരും വരുന്നു, ജാസ്മിൻ ഒറ്റപ്പെടുന്നു, കുടുംബത്തിൽ ഒറ്റപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ജാസ്മിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വെള്ളിയാഴ്ച കൊണ്ട്, കാരണം വെള്ളിയാഴ്ച വരെയുള്ള എപ്പിസോഡുകളെ കാണിക്കുക. ആക്ച്വലി വെള്ളിയാഴ്ച പറ്റില്ല, ഈ വ്യാഴാഴ്ച വരെയൊക്കെ പറ്റൂ. കാര്യം വെള്ളിയാഴ്ച ആക്ച്വലി അവിടെ ലീവാണ്. ആ കണ്ടന്റുകൾ അങ്ങനെ അധികം പുറത്ത് നമുക്ക് ലൈവ് വരാറില്ല, കാര്യം ശനിയാഴ്ച ലൈവ് ഇല്ലല്ലോ. അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവരവിടെ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? എന്തെല്ലാം കാര്യങ്ങൾ അല്ലെങ്കിൽ തന്നെ പുറത്തുനിന്ന് വരുന്നവരൊക്കെ അവിടെ അത് എന്തെങ്കിലും റോളുണ്ടോ? വന്ന് കണ്ട് ആ ഇമോഷൻസ് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ എൻ്റെയൊക്കെ ഫാമിലി അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും ഫാമിലി എപ്പോഴാണ് വരുന്നത്? ടിക്കറ്റ് ഫിനാലേക്ക് തൊട്ട് മുമ്പാണ്, അല്ലേ? എനിക്ക് 84 ദിവസങ്ങൾക്ക് ശേഷം, വിഷ്ണു 84 ഔട്ടാവുന്നത്, അതിനു ശേഷം 84 91 ശേഷം, അതെ 84 ശേഷം സെക്കൻഡ് ലാസ്റ്റ് വീക്കിലാണ് വരുന്നത്. അന്നേരം നമ്മളെ സംബന്ധിച്ച് ഇനി അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാര്യം ജനങ്ങൾക്ക് പിന്നീട് വലിയ ഗെയിമിൻ്റെ സ്പേസ് ഇല്ല. ഇനിയുള്ള 30 ദിവസം ഇനി ഇവരെന്തോ ഗെയിമാണ് കളിപ്പിക്കാൻ പോകുന്നത്? ഇതെന്ത് ഷോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇനി കുക്ക്ഡപ്പായിട്ട് ചെയ്യാൻ പറ്റൂ? ഇനി ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യിക്കാൻ പറ്റൂ? ഇപ്പം തന്നെ എല്ലാവർക്കും പുറത്തു കിടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞു. ഒന്നാമത് പിന്നെ എന്ത് ഇമോഷൻ ഇതിനകത്ത്? ആകെ ഇമോഷൻസ് വർക്ക്. ഇപ്പോൾ ജിൻഡോ, ഈവൻ ജാസ്മിൻ അല്ലെന്നുണ്ടെങ്കിൽ അർജുൻ, അങ്ങനെ കുറച്ച് പേര് മാത്രമല്ലേ ഉള്ളൂ തുടക്കം മുതൽ 60 ദിവസം വരെങ്കിലും കണ്ടിന്യൂസ് നിന്നത് പുറത്ത് പോവാതെ. ബാക്കിയുള്ള പലരും 35 വന്നവരുണ്ട്, ഇപ്പം സിജോ 42 വന്നവരുണ്ട്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പണ്ടത്തെ കാലത്ത് ഗൾഫിലൊക്കെ പോയിട്ട് 2-2.5 വർഷം കുടുംബം ഇല്ലാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് കാണിക്കുന്നത് എന്ത് പ്രയാസമായിട്ട് ഫീൽ ചെയ്യും. ഈ സ്ക്രിപ്റ്റ് പ്ലാൻഡ് ആണെന്നൊക്കെ എവിടേക്കോ ഈ സംശയം പറയുമ്പോഴും ഇപ്പോൾ ഇതിൽ തന്നെ സഹമത്സരാർത്ഥികൾ സീസൺ 6 പറഞ്ഞൊരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ പുറത്ത് കണ്ട പ്രേക്ഷകരും പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ ജാസ്മിന് വീട്ടിൽ നിന്ന് വന്നൊരു കോൾ. ഒരു തിരുത്ത്, ഈ സ്ക്രിപ്റ്റഡ് എന്ന് ഞാൻ പറഞ്ഞത് കാണിക്കുന്ന കണ്ടന്റുകൾ പുറത്ത് ഏത് രീതിയിൽ കാണിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു പ്ലാൻ ചെയ്യാൻ എഡിറ്റഡ് വേർഷൻ ഏത് രീതിയിലേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇത്തരത്തിൽ വരുമ്പോൾ അവർ കോൾ വന്നതിൽ പല രീതിയിലേക്ക് അത് വിവാദത്തിലേക്ക് പോയിരുന്നു. കാരണം ഇങ്ങനെ വിളിച്ചു സംസാരിച്ച വിഷയങ്ങൾ എന്താണെന്നുള്ള പുറമെ ടെലികാസ്റ്റ് ചെയ്തിരുന്നില്ല. അതെ അല്ലെ, അവിടെ വയ്യ എന്നുള്ള പറയുന്നത് എവിടേക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിലേക്ക് പിന്നീട് ആ സ്വഭാവവിശേഷങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു, അല്ലെ? ഇത്തരം കോളുകൾ കാണിക്കുന്നത് ശരിക്കും ഒരു പ്രീ പ്ലാൻഡ് പേരിലാണ്. ഞാൻ പറഞ്ഞില്ലേ രോഹ, ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കേണ്ടി വന്നത്? ഞാൻ ഇതുവരെ നടന്ന ബിഗ് ബോസിനെ അല്ലല്ലോ എതിർത്തത്. ഈ സീസണിൽ ഉണ്ടായ ഓരോ കാര്യങ്ങളെയും കണ്ടപ്പോൾ അത് മനസ്സിൽ കിടന്ന് തികട്ടി സിബിനിലൂടെ പുറത്തു വന്ന സമയത്ത് ആ വികാരത്തിന്റെ പുറത്ത് നിങ്ങളുടെ ഇന്നലകളിൽ കാണിച്ച മര്യാദകളും എനിക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് സൂചനയാണ് കൊടുക്കുന്നത്. കാരണം ഇപ്പം കഴിഞ്ഞ സീസണിൽ ഇപ്പം എൻ്റെ അടുത്ത സുഹൃത്താണ് സെറീനയും സാഗറും ഒക്കെ, ഇവരുടെ ആക്ടിവിറ്റികളും അകത്ത് പുറത്ത് വലിയ വിവാദമായിട്ടുണ്ട്. ഇവർക്കും ഇതേണക്കൊരു ഇൻഫർമേഷൻ കൊടുത്താൽ ഇവർക്ക് നെഗറ്റീവ് വരുമോ? ഇവരെ കുറിച്ചിട്ടും എന്തെല്ലാം ആൾക്കാർ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ബിഗ് ബോസിലെ ചില സ്ത്രീകളൊക്കെ പറയുന്ന കേട്ടായിരിക്കും ഇവർക്ക് ഈ ബിഗ് ബോസിനകത്ത് നിന്നപ്പോഴും പുറത്തിറങ്ങിയപ്പോഴും ഒക്കെ അങ്ങ് ജനങ്ങൾ എടുത്തു വെച്ച് അങ്ങ് ആഘോഷിച്ച് ആറാടി നന്മ മാത്രമേ കേട്ടിട്ടുള്ളൂ. സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞ ഒരു ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. അഖിൽമാരാർ ഇങ്ങനെ പറഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ കേട്ട ഒരു നെഗറ്റീവ് എന്നാണ് ഉള്ള രീതിയിലാണ് ഇവർ പറയുന്നത് കേട്ടോ. ഓ എൻ്റെ പൊന്നോ, ഇവരെയൊക്കെ ആക്ഷേപിച്ച് ആ മാതിരി നാറ്റി വെച്ചിരുന്നതായിരുന്നു ആൾക്കാർ.
ഞാനൊക്കെ ഇവരുടെ അടുത്ത് എല്ലായിടത്തും അടുത്ത് സഹകരിച്ചപ്പോഴാണ് അത്തരം നെഗറ്റീവുകൾ പോലും പലർത്തും കട്ടായി പോയത്. അപ്പോൾ ഇത് ഹൗസിനകത്ത് നിൽക്കുമ്പോൾ തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്ന അവസരം ഒരുക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ സീസണിൽ സെറീനയുടെ അമ്മ ഇത് കണക്കൊന്ന് വിളിക്കാം, എനിക്ക് സുഖമില്ല മോളെ, എൻ്റെ പൊന്നുമോളെ, നീ സാഗറുമായിട്ട് അങ്ങനെ നിൽക്കില്ലേ, അത് പ്രശ്നമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകർ വിഡ്ഢികളായില്ലേ? ഇതൊന്നും അറിയാതെ ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സത്യസന്ധത. ഇപ്പോൾ പലപ്പോഴും ഈ സ്വതാല്പര്യങ്ങൾ എന്നുള്ളത് എടുത്തു പറയുമ്പോഴും എവിടേക്കോ ഇതിനുള്ളൊരു സിഗ്നൽ കൊടുക്കുന്നത്, പക്ഷേ ചില വീക്കുകളിൽ ഇവരുദ്ദേശിക്കുന്ന മത്സരാർത്ഥികൾ കുറച്ച് വീക്കായേക്കാം അല്ലേ? അപ്പം ഇവരെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പ് നടന്ന ഇൻ്റർവ്യൂവിൽ ഗസ്റ്റ് പറഞ്ഞൊരു കാര്യം കൂടി ആയിരുന്നു, മുൻ മത്സരാർത്ഥിയാണ്. അപ്പോൾ എവിടേക്കോ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഒരു പക്ഷേ എവിക്ഷൻ ആഴ്ച വേണ്ടാന്ന് വെച്ചേക്കാം എന്നാണ് പറയുന്നത്. വസ്തുതയുണ്ടോ? 100% ഉണ്ട്. അങ്ങനെയും ചെയ്യാൻ പറ്റും. രണ്ടുപേരെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ അവർക്ക് താല്പര്യമില്ലാതെ കഴിഞ്ഞ സീസണിലെ ഒരു സത്യാവസ്ഥയാണത്. വോട്ടിങ്ങിൽ ദേവു ലാസ്റ്റ് വരുന്നു, മനീഷ ചേച്ചി സെക്കൻഡ് ലാസ്റ്റ് വരുന്നു. മനീഷ ചേച്ചി നല്ല മത്സരാർത്ഥിയായിരുന്നു. മനീഷ ചേച്ചി മാണിക്കക്കല്ല് കിട്ടിയപ്പോൾ അവർക്ക് 2 ആഴ്ചത്തേക്കുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്, എവിക്ഷൻ ഫ്രീ കിട്ടുന്നു. അപ്പം അവർ തീരുമാനിക്കുന്നു മനീഷ ചേച്ചിയും കൂടെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. അങ്ങനെയാണ് ഡബിൾ എവിക്ഷൻ. അതേപോലെ ഏതെങ്കിലും ഒരാഴ്ചയിൽ പർട്ടിക്കുലർ ഒരാൾ ഔട്ടാവുന്നില്ല എന്ന് വെച്ചോളൂ, ഔട്ടാകാൻ പോവുകയാണ്, ഇന്ന ആൾ ഔട്ടാകും എന്നവർക്കൊരു തോന്നൽ വരികയാണ്. ആ ആളോട് അവർക്ക് എന്തെങ്കിലും ഒരു ഫേവറിസം ഉണ്ടെങ്കിൽ എവിക്ഷൻ പ്രോസസ്സ് വേണ്ട എന്ന് വെക്കാം. അത് 2 രീതിയിലാണ് ഫേവറിസം ഞാൻ പറയും. ഒന്ന്, മികച്ച മത്സരാർത്ഥിയാണെന്ന്, പക്ഷേ അയാൾ ഇതുവരെ വരുന്നതിനെക്കാട്ടി ഒരു ചേഞ്ച് അയാൾക്ക് വരും. ഇപ്പം കഴിഞ്ഞ സീസണിൽ ഇപ്പം സെറീന എവിക്റ്റ് ആയി കഴിഞ്ഞ സമയത്ത് അവർക്ക് വേണമെങ്കിൽ സെറീനെ പറഞ്ഞു വിടാം, പക്ഷേ സെറീനയിൽ നിന്നൊരു നല്ല കണ്ടന്റ് ഉണ്ടാക്കാം എന്നൊന്ന് ചിന്തിച്ചത് കൊണ്ടാണ് സീക്രട്ട് റൂം കൊടുത്തത്. അത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തു. പിന്നീട് അവൾ പുറത്തിറങ്ങി വന്നതിന് ശേഷം റിനീഷായിട്ടുള്ള ഫൈറ്റ്, മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, റിനോഷിൻ്റെ ചില പ്ലാനുകൾ, ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട്, അതായത് സീക്രട്ട് റൂം എന്നൊരു സംഭവം കഴിഞ്ഞ സീസണിൽ ഉപയോഗിച്ചതേ ഇല്ലായിരുന്നു. അതുകൊണ്ട് സെറീനയിലൂടെ ഉപയോഗിക്കാം. മാത്രമല്ല ഹൗസിൽ സ്ത്രീകളുടെ എണ്ണം കുറവാണ്, ശോഭയും റിനീഷയും മാത്രമേ ഉള്ളൂ. അതായത് അതായത് രണ്ട് തരം പ്ലാനുകൾ ഇവിടെ ഉണ്ടാവും. ഫേവറിസം മാത്രമല്ല, ഷോയ്ക്കിടെ നല്ലതിന് വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യാം. ഇപ്പം ചില മത്സരാർത്ഥി ഒന്ന് ഡൗൺ ആവും, ചിലർ കയറി വരാൻ സമയമെടുക്കും. അപ്പോൾ അവർ ചിലപ്പോൾ 2ാമത്തെ ആഴ്ചയിൽ അവരങ്ങ് പുറത്തായി പോകുമെന്ന് വെച്ചോ, അവർക്ക് വിചാരിക്കാം ഇയാൾ നിന്നാൽ നമുക്ക് ഗുണമാണ്, ഇപ്പം ഇച്ചിരി ഡൗണാണ് പക്ഷെ കയറും. ശരിക്കും ബിഗ് ബോസ് എന്നുള്ള രീതിയിൽ വിന്നർ ആവണമെങ്കിൽ മത്സരിക്കേണ്ടത് സഹമത്സരാർത്ഥികളോട് മാത്രമല്ല, ഇതിന്റെ സംഘാടകരോട് താല്പര്യമോട് കൂടിയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. 100%. ഞാൻ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് മത്സരിക്കാൻ ഓപ്പോസിറ്റ് ആളില്ല എന്ന് അതിനകത്ത് എപ്പോഴും ഞാൻ പറയുമായിരുന്നു. കാരണം എൻ്റെ പ്ലാനുകളെ കടന്ന് വെട്ടി പ്ലാൻ ചെയ്ത് പോകാൻ ശേഷിയുള്ള ഒരാളില്ലല്ലോ. അപ്പം ഞാൻ ഷീച്ചേട്ടൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്, ഞങ്ങൾ ഈ സ്മോക്കിംഗ് റൂമിലൊക്കെ പോയി എന്നിട്ട് പറയും, ബിഗ് ബോസിനോടാണ് നമ്മൾ കളിക്കേണ്ടത്. അത് നമുക്കെതിരെ നിൽക്കുന്നത് അവരായിരുന്നു. അവരുടെ പ്ലാനുകളെ പൊളിക്കുക. അപ്പോൾ എന്നെയും ഷിജി ചേട്ടനെയും കൂടെ തമ്മിലടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അവർ പുറത്തുനിന്ന് ആൾക്കാരെ വിടുന്നു, മറ്റ് ഹിന്റുകൾ കൊടുക്കുന്നു. ഇത് ചെയ്യുമ്പോൾ അമ്മി നിങ്ങൾ നോക്കിയാൽ ഈ പരിപാടി നടക്കത്തില്ല എന്നുള്ള പ്ലാൻ നമ്മൾ എടുക്കുകയാണ്. അപ്പം ഇത് അങ്ങനെ പലതിലും ഒരു പർട്ടിക്കുലർ ടാസ്ക് വരുന്നു. ഇപ്പം ഞാൻ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് എന്തിനാ വന്നതെന്ന് രോഹന് തോന്നിയിട്ടുണ്ടോ? അതൊരു പ്ലാൻഡാണ് അവരുടെ. ഞാൻ ഒരിക്കലും ടിക്കറ്റ് ഫിനാലിൽ ഇത്തരം ടാസ്കുകൾ കളിക്കത്തില്ലെന്ന് അവർക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ 10-20 ദിവസം കൊണ്ട് അവർ പഠിച്ചു കഴിഞ്ഞു ഓരോരുത്തരുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ. ആർക്കായിരിക്കാം ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വന്നാൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യത? കഴിഞ്ഞ സീസണിലെ ടിക്കറ്റ് ഫിനാലയിൽ ഓരോ ടാസ്കുകളും കാറി കുത്തിയിരിക്കുക, കയറി പിടിച്ചുകൊണ്ടിരിക്കുക, പിന്നെന്തായിരുന്നു, പിന്നെ ഇതാണ് കുതിരയുടെ മണ്ടയ്ക്കിരുന്ന് ആടുക, അതും 20 മണിക്കൂറും 16 മണിക്കൂറും ആടണം. ഇത്തരം ടാസ്കുകളിൽ വിജയിക്കാൻ ശേഷിയുള്ളത് പൊതുവെ സ്ത്രീകൾക്കായിരിക്കും. പുരുഷന്മാർക്ക് വലിയ പ്രയാസമായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ക്ഷമയാണോ? ഒന്ന് ക്ഷമയും, പിന്നെ രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഹൗസിലുള്ളവരുടെ ഒരു സ്വഭാവം വെച്ചിട്ട്. ഇപ്പം ഞാൻ, മിഥുനെ, വിഷ്ണുവെ, ഷിജിച്ചേട്ടന് വയ്യ, ഷിജിച്ചേട്ടൻ്റെ നടുവിന് പ്രശ്നമുള്ള ഒരാളാണ്. എനിക്ക് ഇന്റേണൽ പൈൽസിന്റെ പ്രശ്നം ആ സമയത്തുണ്ട്. എനിക്ക് ഒരു കാരണവശാലും ഒരുപാട് സമയം ഇരിക്കാൻ പറ്റത്തില്ല, അത് അവർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ടാസ്ക് കളിക്കത്തില്ലെന്ന് അവർക്ക് ഉറപ്പാണ്. അപ്പം പക്ഷെ അതേസമയം വോട്ടിങ്ങിൽ ഞാൻ എത്തും. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫേവറിസം കാണിച്ചു എന്നാണ് പറയുന്നത്? പ്രേക്ഷകർക്ക് ഊഹിക്കാം ആർക്കാണ്. അതിനകത്ത് അപ്രതീക്ഷിതമായിട്ട് വന്ന് കളിച്ചു കയറിയാണ് നാദ്ര. ഇവരുടെ പ്രതീക്ഷകളെ പൊളിച്ചടിക്കുകയാണ് നാദ്രയാണ്. പ്രതീക്ഷ ഉണ്ടായിരുന്നത് സ്ത്രീ എന്ന് പറയുമ്പോഴും അതായത് ഈ ഫേവറിസം ഒരുക്കി കൊടുത്തതാണ് അവർ. ഇത് ഞാൻ ഹൗസിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് ബിഗ് ബോസിനകത്തും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ വെച്ച് നീട്ടി കൊടുക്കാം. അതായത് പ്രേക്ഷകർക്ക് ചിലപ്പോൾ തോന്നി പ്രേക്ഷകർ ഉറങ്ങുകയാണ്, എന്തുകൊണ്ട് സീസൺ 5 അവസാന സമയങ്ങളിൽ ബോറടിയായി? കാരണം ആരാ? ഇമാതിരി ടാസ്ക് പ്ലാൻ ചെയ്തവരാ, അല്ലാതെ മത്സരാർത്ഥികളാണോ? എൻ്റെ ഒപ്പോൾ എല്ലാ മത്സരാർത്ഥികളും മികച്ചവർ തന്നെയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ? ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് 70 ദിവസത്തിന് ശേഷം കഴിഞ്ഞ സീസണിൽ വരുന്നു.
അതും ഇതുപോലൊരു പ്ലാൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാനൊക്കെ എൻ്റെ ലൈഫ് സ്റ്റോറി ആദ്യം പറഞ്ഞപ്പോൾ തന്നെ വളരെ മനോഹരമായിട്ട് പറയുകയും അത് ആ സമയത്ത് തന്നെ അത്യാവശ്യം വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. പറയാൻ പറ്റാതെ പോയ ചിലരുണ്ട്, കഥ പറയാൻ പറ്റാതെ പോയെന്ന് പറഞ്ഞ് വിഷമം പറഞ്ഞ് നടന്ന ആൾക്കാരുണ്ട് ഹൗസിനകത്ത്. അവർ ഈ പരാതി പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ടാസ്ക്, അല്ലെങ്കിൽ അതൊരു ടാസ്ക് ആണോ? ഓൾറെഡി നമ്മൾ നമ്മുടെ കഥ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തുവാണ് ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെന്ന് പറഞ്ഞിട്ട് 4-5 മണിക്കൂർ വന്നിരുന്ന് പ്രേക്ഷകരായിട്ട് ഉറക്കേണ്ട കാര്യം എന്തുവാ? ഏറ്റവും മോശം ടാസ്കുകളിലൊന്നായിരുന്നു. പക്ഷേ ബിഗ് ബോസിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് എപ്പിസോഡ് അതായിരുന്നു. അത് ഞാൻ ആ മിഥുനെ പറഞ്ഞു വിട്ട്, മിഥുൻ സനയുടെ കഥയും പറഞ്ഞ് അന്ന് ഏറ്റവും വൈറലായ അത് മറ്റൊരു രീതിയിൽ സംഭവിച്ചതാണ്. അത് തന്നെ നമ്മൾ അവിടുന്ന് പ്ലാൻ ചെയ്താ. ഒരാൾ പ്ലാൻ ചെയ്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ജീവിതം പറയാൻ പറ്റും. അപ്രതീക്ഷിതമായിട്ട് ഒരാളെ അവിടെ പിടിച്ചിടണം. കഥ പറയാൻ ചിന്തിക്കാത്ത ഒരാൾ വന്ന് കഥ പറയുമ്പോൾ അയാൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റരുത്. അത് മാത്രമല്ലെന്നുള്ളത്. നമ്മളെന്താ ചിന്തിക്കേണ്ടത്? ഞാൻ എന്തിനാണ് വേറൊരുത്തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അവൻ്റെ കഥ പ്രസൻറ്റിന് അവസരം ഒരുക്കി കൊടുക്കേണ്ടത്? എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവനാണ്, അവൻ പറയാൻ പാടില്ല. അവനെ അത് ഹൗസിനകത്ത് വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് മിഥുൻ വരുന്നതും സംഭവം മിഥുന് വായിൽ അങ്ങനെ ഒരു സംഭവം വിവാദമാവുന്നത്. പക്ഷെ അടിസ്ഥാനപരമായ ടാസ്ക് ഭയങ്കര ബോറായിരുന്നു. ഈ ടാസ്ക് ഈ സമയത്ത് അറിയാം അതിന്റെ ആവശ്യകതയില്ല എന്ന് പറയുമ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള വരവ് നാദരയുടേതെന്ന് പറയുമ്പോൾ ഈ ഫേവറിസം കാണിച്ചത് ശോഭയുടെ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അതിപ്പോൾ ഞാനായിട്ട് പേര് പറഞ്ഞപ്പോൾ ഒരാളല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മറുപടിയൊന്നുമില്ല. കണ്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതിനകത്ത് എൻ്റെ സംശയം ഞാൻ അകത്ത് വെച്ച് പറഞ്ഞു. മേ ബി സ്ത്രീകളോടാകാം എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് അകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതിൽ അവർക്ക് താല്പര്യമുള്ള ഒരാൾ ജയിച്ചു വരട്ടെ, അല്ലെങ്കിൽ ഒരാൾ ഫൈനൽ ഫിനാലെ കയറട്ടെ എന്ന് അവരും തീരുമാനിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ വോട്ടിങ്ങിൽ പുറത്ത് പോകുമോ എന്നൊരു പേടിയുണ്ട്. കാര്യം സാഗർ എവിക്റ്റായി പോയ സമയത്ത് സെക്കൻഡ് ലാസ്റ്റ് ശോഭയായിരുന്നു. സാഗർ എവിക്റ്റ് ആവുന്ന സമയത്ത് സെക്കൻഡ് ലാസ്റ്റ് വോട്ടിങ്ങിൽ ശോഭയായിരുന്നു. അതുകൊണ്ടൊരു പക്ഷേ ഇനി അങ്ങോട്ടുള്ള വോട്ടിങ്ങിൽ എന്തായിരിക്കുമെന്ന് ഇവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് അങ്ങനെ ഫേവറിസം കാണിക്കാം. ഒരു ഉറപ്പൊന്നുമില്ല, കാണിക്കാം. സംശയം എൻ്റെ മാത്രമല്ല പ്രേക്ഷകർക്ക് വന്നുണ്ടായിരുന്നു സംശയം. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, സീസൺ 6 ലാലേട്ടൻ പൊളിയാണ്, മത്സരാർത്ഥികൾ കൃത്യമായിട്ട് താക്കീത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ബേസിക്കലി ലാലേട്ടൻ പൊളിയാവുന്നതും ലാലേട്ടൻ ഡൗൺ ആവുന്നതും ഒന്നും ലാലേട്ടൻ സ്വയം എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല. അവർ പിന്നിൽ നിന്ന് പറയും ഇന്നടത്ത് ചൂടായിക്കോ, ഇന്നത് ചെയ്തോ എന്നൊക്കെ അവർ പറയും. പിന്നെ ലാലേട്ടൻ അത് മനോഹരമായി കൈകാര്യം ചെയ്യുന്നു. അത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് മനോഹരമായിട്ട് ഈ വിഷയത്തെ ഫ്രണ്ടിലൊക്കെ എഴുതി കാണിച്ചിട്ടൊക്കെ തന്നെയാണ് അതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല അത് എനിക്കറിയില്ല കേട്ടോ, ലാലേട്ടൻ്റെ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഞാനത് ചോദിക്കും. കഴിഞ്ഞ സീസണിൽ ചില വിഷയങ്ങൾ അദ്ദേഹം ചോദിക്കണമെന്ന് ആവശ്യപ്പെടുകയും അത് ചോദിക്കണ്ട എന്ന് പറഞ്ഞ് ചില മത്സരാർത്ഥികളെ ഫേവറും ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാണ്. ചാനലിൽ നിന്നും കിട്ടാനുള്ള പണം കിട്ടിക്കഴിഞ്ഞ ശേഷം മാത്രമേ അഖിൽ മാരാർക്ക് പ്രതികരിക്കാൻ ധൈര്യം വന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം വളരെ ചെറിയ പൈസ, 20% മാത്രമായിരുന്നു നമുക്ക് കിട്ടാനുണ്ടായിരുന്ന പൈസ. അതിനു മുമ്പ് തന്നെ അവർ തന്നെ പറഞ്ഞ പല പരിപാടികളിലും വേണ്ട എന്ന് പറഞ്ഞ് ഇനി എന്നെ നിങ്ങൾ വിളിക്കണ്ട, ഞാൻ വരില്ല എന്ന് പറഞ്ഞ ഒരാൾ. ഇത്രയും വലിയൊരു ഷോക്ക് കിട്ടിയ പൈസ ചെറുതാണെന്ന് എങ്ങനെ പറയാൻ പറ്റുന്നത്? ശമ്പളം വിന്നർക്ക് കിട്ടുന്ന പൈസ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. വിന്നറാക്കിയത് ചാനലല്ലോ, ചാനൽ എന്നെ അവസരം തന്നത് ചാനൽ എന്നുള്ള രീതിയിലേക്ക് അതിന്റെ ഒരു കടപ്പാട് എല്ലാവർക്കും കൊടുത്തല്ലോ. ഞാൻ നാളെ രോഹൻ ഒരാൾ സിനിമയിൽ അഭിനയിക്കാൻ അവസരം തന്നിട്ട് ആ സംവിധായകൻ ഒരു പെങ്കൊച്ചിനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അവസരം തന്ന സംവിധാനം ഒപ്പം നിന്ന് സംസാരിക്കും, ആ പെങ്കൊച്ചിനോട് സംസാരിക്കും. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റൂ. എനിക്ക് അവസരം മാത്രമേ നൽകിയിട്ടുള്ളൂ. അവസരം നൽകിയത് എനിക്ക് വേണ്ടിയാണ്. അവർക്കെതിരെ സംസാരിച്ചു എന്നുള്ളത് മാത്രമല്ല, ഞാൻ ആ പൈസയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി ഞാൻ അവർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. ആ ഷോ കൂടുതൽ നന്നാവാനും ഒരു പ്രസ്ഥാനം നശിച്ചു പോകാതിരിക്കാനും. ഒരു പ്രസ്ഥാനത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പുഴുക്കുത്തുകളെ തിരിച്ചറിയൂ എന്ന് മാത്രമാണ് നമ്മൾ റൈസ് ചെയ്ത് പറഞ്ഞത്. അതിനകത്തുള്ള പലർക്കും അറിയാവുന്നൊരു കാര്യം, അവർക്കൊക്കെ മിണ്ടാൻ പറ്റില്ല. അവരൊക്കെ അതിന്റെ ഭാഗമാണ്, അതിൽ നിന്ന് ശമ്പളം മേടിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും അവർ നിശബ്ദരാകേണ്ടി വരും. പുറത്തുനിന്ന് ഒരാൾ പറയുന്ന സമയത്തെങ്കിലും ഒരു ശ്രദ്ധയുണ്ടാവട്ടെ. ഒരു വലിയ കോർപ്പറേറ്റ് സിസ്റ്റമാണത്. അതിന്റെ ഭാഗമായിട്ടൊരു നടപടി വന്നിട്ട് കൂടുതൽ പ്യൂരിഫൈഡ് ആവട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തികൾ പ്യൂരിഫൈഡ് ആവട്ടെ. ഞാൻ ഇവരെ പുറത്താക്കണമെന്നും ഒരിക്കലും പറയുന്നില്ല, അവർ കുറച്ചും കൂടെ പ്യൂരിഫൈഡ് ആവട്ടെ. പക്ഷെ സംവിധായകൻ തന്ന അവസരം തന്നു കഴിഞ്ഞ സിനിമ നന്നായി കഴിഞ്ഞിട്ട് എന്റെ അഭിനയത്തിന് ജനങ്ങൾ വിധിയെടുത്തുകൊണ്ടാണ് ഞാൻ താരമായത് എന്ന് പറയുന്നത് സംവിധായകൻ തന്ന അവസരത്തിലും കൂടിയല്ലേ ശരിക്കും? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അതൊക്കെ എന്തുകൊണ്ട് നമ്മൾ ഇപ്പം എൻ്റെ കാര്യം മാറ്റി വയ്ക്കൂ. എന്തുകൊണ്ടൊരു മനുഷ്യനെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? അവിടെയുള്ള ഈ പ്രശ്നം വരുന്നത്. ഫഹദ് ഫാസിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച സംവിധാനം ഫാസിലിൻ്റെ പടത്തിലാണ്. ഫാസിൽ സംവിധാനം ചെയ്ത പടത്തിലൂടെ ഫഹദ് ഫാസിൽ വരുമ്പോൾ സ്വീകരിക്കപ്പെടുകയാണോ, തഴയപ്പെടുകയാണോ, അവഗണിക്കപ്പെടുകയാണോ ചെയ്യുന്നത്? അദ്ദേഹത്തെ ആരും സ്വീകരിച്ചില്ല. ഇപ്പം ഏത് സംവിധായകനെന്ന് നോക്കിയിട്ടോ ഏത് സിനിമയെന്ന് നോക്കിയിട്ടോ അല്ല, ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടന മികവ് അല്ലേ, അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ.
വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നു. അദ്ദേഹം കോക്ടെയിലും മറ്റു ചെറിയ പടങ്ങളിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു വന്ന സമയത്ത് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഇയാളെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇയാളെ നമ്മൾ നോട്ട് ചെയ്തു. അപ്പം അവിടെ ആരുടെ മകൻ എന്നുള്ളതോ ആരുടെ പടത്തിൽ അഭിനയിച്ചു എന്നുള്ളതൊന്നും അല്ല. പക്ഷെ അത് നല്ലതാണെങ്കിലും അഭിനയം മോശമാണെങ്കിൽ നല്ലതാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്നത് ഈ അവസരം കിട്ടുമ്പോഴല്ലേ. കൈത്ത ദൂരത്തിൽ ഇപ്പൊ ഫാസിൽ സാറിന് കൊടുത്തിരുന്നെങ്കിൽ വരുന്ന സിനിമകളിലും കൊടുത്തത് മറ്റു സംവിധായകരാണ്. അതൊരു വിശ്വാസമാണ് അല്ലെ. അങ്ങനെ കിട്ടുന്ന അവസരങ്ങളിൽ മാത്രമാണ് നല്ലതോ ചീത്തയാണെന്ന രീതിയിലേക്ക് മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. പക്ഷെ നേരത്തെ പറഞ്ഞതിൽ എനിക്ക് കിട്ടിയത് വളരെ ചെറിയ പ്രതിഫലമാണ്. അപ്പൊ വിന്നറായിക്ക എമൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ജനങ്ങളുടെ വിധി കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. അല്ലല്ല, എന്റെക്കാട്ടി 5 ഇരട്ടി ശമ്പളം മേടിച്ച ആൾക്കാർ അതിനകത്തുണ്ട്. 5 ഇരട്ടി. ശോഭയ്ക്ക് പോലും എന്നെക്കാൾ 3 ഇരട്ടി ശമ്പളം ഉണ്ടായിരുന്നു. പക്ഷെ ഹൗസിനുള്ളിലേക്ക് കയറി വരുമ്പോഴും ഞാൻ എവിടെങ്കിലുമൊക്കെ കിടന്ന ഒരാളെ വെറുതെ വിളിച്ചവർ കയറ്റിയതൊന്നും അല്ലല്ലോ. ഞാൻ ഓൾറെഡി ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനൊരു പടം റൈറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് ചാനൽ ചർച്ചകളുടെ ഭാഗമായിട്ട് ഞാൻ പൊതുമധ്യത്തിൽ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. ഒരുപാട് വിവാദമായ പ്രസ്താവനകളല്ല, വിവാദമായ വിഷയങ്ങളിൽ എൻ്റെതായ അഭിപ്രായങ്ങൾ പറയുകയും അത് ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള, അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലൊന്നും ആക്റ്റീവ് ആയിരുന്നില്ലെങ്കിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അത്യാവശ്യം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള മറ്റേത് സിനിമാ സംവിധായകരെക്കാട്ടിയും കുറച്ചുകൂടെ ഫേസ് വാല്യൂ ഉള്ള, അതായത് പുതിയതായിട്ട് വന്ന, ഇപ്പം നമ്മൾ ഹിറ്റ് മേക്കേഴ്സിനെ പോലും നമുക്ക് പലപ്പോഴും അറിയത്തില്ല. എൻ്റെ സിനിമ പരാജയപ്പെട്ടൊരു പടമായിരുന്നിട്ട് കൂടിയും ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള എല്ലാം ഉണ്ടായിരുന്നു. ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്യാനുള്ള യോഗ്യത നമുക്കുണ്ടായിരുന്നു. ഓഡിഷനിൽ മനോഹരമായി അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് അവർ നമ്മളെ സ്വീകരിച്ചത്. അത് എനിക്ക് വേണ്ടിയിട്ടാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ല. മൈൽ സ്റ്റോൺ രോഹനെ വിളിച്ചിരുത്തിയേക്കുന്നത് രോഹന് വേണ്ടിയിട്ടാണെന്നാണോ രോഹൻ്റെ ധാരണ? ലോകത്തൊരു കമ്പനിയും ഒരു എംപ്ലോയിയെയും സ്നേഹിക്കില്ല. പക്ഷെ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും. അതിനൊപ്പം തന്നെ ഇപ്പൊ ചാനലിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെങ്കിലും എന്നെ വിളിച്ച് ഇതേ സ്ഥാനത്തിരിക്കുമ്പോൾ എവിടേക്കോ എന്നിൽ അവതാരങ്ങളിലോ എനിക്ക് തരുന്ന അവസരങ്ങളിലോ കൂടി അത് എനിക്ക് കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മൈൽ സ്റ്റോണിനകത്ത് പ്രവർത്തിക്കുന്ന തലപ്പത്തിരിക്കുന്ന 2 പേര് ഇവിടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന 2 പെൺകുട്ടികളെ പീഡിപ്പിച്ചെന്ന് രോഹനോട് പറഞ്ഞാൽ നീന്റെ പാടുവെക്കി പൊടി, എനിക്ക് അവസരം തന്ന അവരുടെ കൂടെ ഞാൻ നിൽക്കത്തുള്ളൂ രോഹൻ പറയൂ. ഞാൻ ആ വ്യക്തികൾക്കെതിരെയും പറയാ, സ്ഥാപനത്തിനെതിരെയോ ചാനലിനെതിരെയോ അങ്ങനെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് 2 പേരെന്ന് പറഞ്ഞത്. ആ ഷോ എന്നുള്ള രീതിയിൽ 2 പേരെന്നാ പറഞ്ഞത്. അതിപ്പോൾ അങ്ങനല്ലേ പറയാൻ പറ്റൂ. ഇപ്പം ഞാൻ എനിക്ക് പറയാൻ പറ്റൂ സ്റ്റാർ സിംഗർ 2 പേരെന്ന്. ഇവർ സ്റ്റാർ സിംഗറിന്റെ ഭാഗമായിട്ടുള്ളവരൊക്കെ തന്നെയാണ്. എല്ലാവരും അത്രയും ടോപ്പ് പൊസിഷൻസ് ഒക്കെ കൈകാര്യം ചെയ്തവരല്ലേ. അടുത്ത സ്റ്റേറ്റ്മെന്റ് പോട്ടെ. ചില തുറന്നു പറച്ചിലുകൾ നടത്തിയതോടെ സീസൺ 5 എല്ലാ പെൺ മത്സരാർത്ഥികളും അഖിൽ മാരാർക്കെതിരായി. അതൊക്കെ കച്ച കള്ളമല്ലേ. ഇപ്പൊ ഓരോരുത്തരെ വിളിച്ചു കഴിഞ്ഞാൽ അഖിലേട്ട സെറീന രാവിലെ മെസ്സേജ് ചെയ്തു, മറ്റേ റിനീഷ, എല്ലാവരും ഇത് ഓപ്പൺ ആയിട്ട്. അല്ല, ആകെ എനിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസമുള്ളത് ഇപ്പോൾ ശോഭയായിട്ട് മാത്രമാണ്. അത് ശോഭ ഒന്നുകിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ, അല്ലെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചില ഇത്തരം പബ്ലിസിറ്റികൾ, ചീപ്പ് പബ്ലിസിറ്റികൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട്. എൻ്റെ മകള് കഴിഞ്ഞ ബിഗ് ബോസിൽ വെച്ചിട്ട് ഷോയിൽ വങ്ങാണ്ട് വെച്ചിട്ട് ഞാൻ കേട്ട കൂടിയില്ല, എങ്ങാണ്ട് പറഞ്ഞെന്ന് അച്ഛൻ അടിക്കുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മക്കളെ തല്ലിയിട്ടില്ല, ഞാൻ അനാവശ്യമായിട്ട് ചൂടാവാറില്ല, ഞാൻ അങ്ങനെ സാഹചര്യം അവർ ഉണ്ടാക്കാറില്ല. പൊതുവേ എൻ്റെ കുട്ടികൾ ലക്ഷ്മി നന്നായിട്ടാണ് വളർത്തുന്നത്. അവളുടെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ അവൾ തന്നെ ചെയ്യുന്നത്. ഞാൻ അവരുടെ കൂടെ അവരുടെ കൂട്ടുകാരനെ പോലുള്ളൊരു അച്ഛനാണ്. എന്നെ എടാപോടാന്ന് വിളിക്കുന്നത് നിങ്ങൾ പോലും ലൈവായിട്ട് കണ്ടതുമാണ്. ഇപ്പോഴും എന്നെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ തമ്മിൽ പോകുന്നത്. രാത്രിയിലായി കഴിഞ്ഞാൽ നീ തന്നെ സ്നേഹിച്ചോടാ എന്ന് ചോദിച്ചു വരുന്ന മോളാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ പറയും തിരക്കായി പോയി, വാ നമുക്ക് സ്നേഹിക്കാം എന്ന് പറഞ്ഞിട്ട് കട്ടിൽ കിടന്ന് കുത്തി പറയുന്ന അച്ഛനും മോളുമാണ് മക്കളുമാണ് ഞങ്ങൾ. അപ്പോൾ ചൈൽഡ് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞൊക്കെ നടക്കുന്ന ചിലരുടെ പിന്നിലുള്ള കളികളാണോ എന്നെനിക്കറിയില്ല. എനിക്ക് തിരുവനന്തപുരം കമ്മീഷണറേറ്റിൽ കൊണ്ട് പരാതി കൊടുക്കുന്നു, ഈ ഒരു കാര്യം കൊടുക്കുന്നു. ഒരു ബോധവും വിവരവും ഇല്ലാത്ത കുറേ എണ്ണം എനിക്കെതിരെ, ഈ പോലീസിലിരിക്കുന്നവന്മാർക്ക് ഞാൻ പറയും ബോധവും വിവരവും വെളിവും വെള്ളിയാഴ്ചയില്ലെന്ന് ഞാൻ പറയും. കാരണം എൻ്റെ മകളാണോ പരാതി കൊടുത്തത്, എൻ്റെ ഭാര്യയാണോ പരാതി കൊടുത്തത്, എൻ്റെ അമ്മായിയമ്മയാണോ പരാതി കൊടുത്തത്, എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ആണോ പരാതി കൊടുത്തത്, എൻ്റെ അയൽപ്പക്കാരാണോ പരാതി കൊടുത്തത്? അല്ല. പബ്ലിക്കിൽ ഒരു കൊച്ചു പറഞ്ഞ തമാശയായിട്ട് പറഞ്ഞ കാര്യം അവിടെ വെച്ച് തന്നെ ലക്ഷ്മി തന്നെ പറഞ്ഞു. ലക്ഷ്മി എൻ്റെ വൈഫ് തന്നെ പറയുന്നുണ്ട്, അയ്യോ അണ്ണൻ അവരെ അടി തല്ലാറില്ല, എന്തെങ്കിലും എപ്പോഴെങ്കിലും കൊച്ചാടി ഞാനേ കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ തന്നെ മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അവരെ ഒന്ന് ശകാരിക്കേണ്ടിയൊക്കെ വരും. അപ്പം കുട്ടികളില്ലാത്തവരോ കുടുംബമില്ലാത്തവരോ ഇതിൻ്റെ പേരിൽ കൊണ്ട് കെടുത്തു കഴിഞ്ഞാൽ പോലീസ് എന്തായതെന്ന് അന്വേഷിക്കാൻ പോയത് എനിക്കെതിരെ പേപ്പർ അയക്കുക. ഞാനിപ്പോൾ ഇന്നിപ്പം രാവിലെ എൻ്റെ അപ്പം അങ്ങോട്ട് വരുന്നതിന് മുമ്പ് CA ഞാൻ സംസാരിച്ചേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വൃത്തികെട്ട മനസ്സുകൊണ്ട് നടക്കുന്ന നികൃഷ്ട ജന്മങ്ങളും ഉണ്ട്. ഇതുങ്ങളുടെ വിഷം ഇങ്ങനെ പലപ്പോഴായിട്ട് പുറത്തു വന്നുകൊണ്ടേ.